മുസ്ലിം ലീഗ് പറയുന്നത് CPIM മുസ്ലിം വിരുദ്ധ പാർട്ടിയാണ്, കമ്മ്യൂണിസ്റ്റുകാര് മതനിഷേധികളാണ്. ഇപ്പൊ തോന്നുന്നതാണോ കമ്മ്യൂണിസ്റ്റുകാര് മതനിഷേധികളാണ് എന്നുള്ളത്? കമ്മ്യൂണിസ്റ്റുകാര് ഒരു മതത്തിനും എതിരല്ല. ഏതെങ്കിലും ഒരു മതക്കാരോട് നിങ്ങളുടെ മതാചാരാനുഷ്ഠാനം ചെയ്യണ്ട എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞതായി വല്ല തെളിവുമുണ്ടോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാനൊരു പ്രാക്ടീസിംഗ് മുസ്ലിമാണ്, വിശ്വാസത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നയാൾ. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന ഈ ജാഥയിൽ അംഗമാണല്ലോ. എനിക്ക് എന്റെ ആചാരാനുഷ്ഠാനങ്ങൾ നടത്തുന്നതിന് യാതൊരു തരത്തിലുള്ള പ്രതിബന്ധവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സൃഷ്ടിക്കുന്നില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങളോട് ബാങ്ക് കൊടുത്താൽ എല്ലാവരും പോയി നിസ്കരിച്ചു വരിന്ന് പറയില്ല, ക്ഷേത്രത്തിൽ പോയി എല്ലാവരും പൂജാതി കർമ്മങ്ങൾ നടത്തി വരും എന്ന് പറയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ പോകാം, നിങ്ങൾക്ക് ചെയ്യാം, അതിലൊരു തെറ്റുമില്ല. എടോ, ചെയ്യാത്തതിന് ആളെന്ത് പഴിച്ചു? നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് ചെയ്യാം. അതിൽ ഒരു തെറ്റും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് മുസ്ലിം വിരുദ്ധ പാർട്ടി, ന്യൂനപക്ഷ വിരുദ്ധ പാർട്ടി എന്ന് മുസ്ലിം ലീഗ് CPIM കുറിച്ച് പറയുക? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടല്ലേ 1967 കായിദബല്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും ബാഫക്കിത്തങ്ങളും പാണക്കാട് പൂക്കോയത്തങ്ങളും CHും ഉണ്ടായിരുന്ന കാലത്ത് ലീഗ് രാഷ്ട്രീയ സഖ്യം കൂടിയത്? അന്ന് എവിടെയായിരുന്നു മുസ്ലിം ലീഗിന്റെ ഈ കമ്മ്യൂണിസ്റ്റ് വിരോധം? നിങ്ങൾ ആളുകളെ വിഡ്ഢികളാക്കാൻ വേണ്ടി നോക്കണ്ട. ചരിത്രത്തിലാദ്യമായി CHനെയും അഹമ്മദ് ഗുരിക്കളെയും മന്ത്രിയുടെ കസേരയിലിരുത്തിയത് സഖാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്, അല്ലാതെ കോൺഗ്രസിന്റെ നേതാക്കന്മാരല്ല. CHന് സ്പീക്കറാകണമെങ്കിൽ തൊപ്പി ഊരിവെക്കണം എന്ന വ്യവസ്ഥയല്ലേ കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്? ലീഗിൽ നിന്ന് രാജിവെക്കണം CH എന്ന ഡിമാൻഡല്ലേ കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്? ഇതിന് സ്ഥാനം കിട്ടിയത് കോൺഗ്രസിന് ഒറ്റക്ക് ഭൂരിപക്ഷമുള്ള കാലത്താണോ? കോൺഗ്രസിന് 2/3 ഭൂരിപക്ഷമുള്ള കാലം കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. കിട്ടിയോ മന്ത്രിസ്ഥാനം? കോൺഗ്രസിന് സ്വന്തമായി മന്ത്രിസഭയുണ്ടാക്കാൻ കഴിയാതിരുന്ന ഒരു കാലം. BJP മന്ത്രിസഭയുണ്ടാക്കുമോ എന്ന ആശങ്ക രാജ്യത്ത് നിലനിന്ന ഘട്ടത്തിലാണ് CPIMന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്ന ഹർകിഷന്ത് സിംഗ് സുർജിത്ത് ഇന്ത്യയുടെ പ്രസിഡന്റിനെ പോയി കണ്ട് ഒരു കത്ത് കൈമാറുന്നത്. ആ കത്തിലെ വാചകങ്ങൾ ഇതായിരുന്നു: റെസ്പെക്ടഡ് പ്രസിഡന്റ്, ബഹുമാന്യനായ പ്രസിഡന്റ്, രാജ്യത്ത് ഒരു മന്ത്രിസഭയുണ്ടാക്കാൻ കോൺഗ്രസിനെ ക്ഷണിക്കണം. ഞങ്ങളുടെ 62 MLAമാർ, MP മാർ, 62 MP മാർ നിരുപാധികം കോൺഗ്രസിനെ പിന്തുണക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് 1ാം UPA സർക്കാർ അധികാരത്തിൽ വന്നത്. ആ 1ാം UPA സർക്കാരിലാണ് ഈ അഹമ്മദ് സാഹിബ് എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ അന്നത്തെ ഏക പാർലമെന്റ് അംഗം മഞ്ചേരിയിൽ അന്ന് തോറ്റു. മുസ്ലിം ലീഗ് KPA മജീദ് സാഹിബ് തോറ്റ് TK ഹംസാക്ക ജയിച്ച തെരഞ്ഞെടുപ്പാണത്. ഒരൊറ്റ അംഗമേ ഇന്ത്യയുടെ പാർലമെന്റിൽ ലീഗിനുണ്ടായിരുന്നുള്ളൂ. ആ അഹമ്മദ് സാഹിബിനെ മന്ത്രിയാക്കാൻ വേണ്ടി തീരുമാനിച്ചു. CPIM ഒരു എതിർപ്പും പ്രകടിപ്പിച്ചില്ല. കാരണം CPIM അങ്ങനെ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചാൽ അതിന്റെ ബെനഫിറ്റ് പിന്നീട് കൊയ്യാൻ വേണ്ടി പോകുന്നത് RSS ആണ്, സംഘപരിവാർ ശക്തികളാണ് എന്ന തിരിച്ചറിവാണ് അത്തരം ഒരു ഡിമാൻഡ് മുന്നോട്ട് വെക്കുന്നതിൽ നിന്ന് CPIMനെ പിറകോട്ടടിച്ചത്. വേണമെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ വൈരം വെച്ച് ഈ അഹമ്മദിനെ മന്ത്രിയാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ 100 വട്ടം അത് അംഗീകരിക്കപ്പെടുമായിരുന്നു. പക്ഷെ അത് പറഞ്ഞില്ല CPIM. ആ CPIMനെയാണ് മുസ്ലിം വിരുദ്ധ പാർട്ടി എന്ന് മുസ്ലിം ലീഗ് വിളിക്കുന്നത്. അതുകൊണ്ട് തീർന്നോ? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്തല്ലേ മഹാനായ കായിദബല്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് MP ആയിരുന്നത്? ഈ മഞ്ചേരിയിൽ നിന്ന് ഇസ്മായിൽ സാഹിബിനെ മന്ത്രിയാക്കിയോ കോൺഗ്രസ്? 40 കൊല്ലം MP ആയ സേട്ടു സാഹിബിനെ മന്ത്രിയാക്കിയോ കോൺഗ്രസ്? ഇന്ത്യയുടെ പാർലമെന്റിനെ തന്റെ ഇടിമുഴക്കം പോലുള്ള ശബ്ദം കൊണ്ട് പിടിച്ചുകുലുക്കിയ ഗുലാം മഹമ്മൂദ് ബനാത്തുവാല സാഹിബിനെ മന്ത്രിയാക്കിയോ കോൺഗ്രസ്? ഇല്ല. കോൺഗ്രസ് ദുർബലമായ ഒരു ഘട്ടത്തിലാണ്.
CPIM-ന്റെ ഇടതുപക്ഷത്തിന്റെ 62 MP-മാർ പിന്തുണ കൊടുത്ത ഒരു സർക്കാരിലാണ് ലീഗ് അതിന്റെ ചരിത്രത്തിൽ ആദ്യമായി സഹമന്ത്രിയായത് എന്നുള്ളത് ആര് മറന്നാലും ലീഗുകാരും മറക്കരുത്. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. നന്ദി കാണിക്കണ്ട കമ്മ്യൂണിസ്റ്റുകാരോട്, നന്ദികേടെങ്കിലും കാണിക്കാതിരിക്കാനുള്ള സാമാന്യ മര്യാദ ലീഗ് കാണിക്കണം.